ടൈമാണ് ഇങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്വയമുള്ള എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ഉപ്പാൻ്റെ എക്സ്പീരിയൻസ് ആണ് ആദ്യം പറയുന്നത്. കാരണം ഉപ്പാൻ്റെ ഒരു റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ ഹെർബൽ ലൈഫിലേക്ക് വരുന്നത്. അതിൻ്റെ ഒപ്പം ഒരു കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഉപ്പാൻ്റെ അതിൽ ക്രിയാറ്റിൻ്റെ കണ്ടന്റ് വളരെ കൂടി പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ലോ ലെവലിൽ നിന്ന് അത് ഹൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ പല മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്ത് പല ഡോക്ടർമാരെ നമ്മൾ കണ്ടു. അപ്പോൾ അത് ലോ കൂടാന്നല്ലാതെ അത് ലോസിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10-20 ദിവസം അഡ്മിറ്റ് ആയി. അപ്പോഴൊക്കെ അതായത് ആളുടെ സ്ഥിതി പിന്നെ മോശമായി വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ ഹെർബൽ ലൈഫിൻ്റെ ഈ ഒരു സംഭവത്തെ പറ്റി അറിഞ്ഞിട്ട് നമ്മളത് ഫുഡ് കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഡേറ്റ് ചെയ്ത് ഇതിലേക്ക് വന്നതിൽ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ 9 ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഡയാലിസിസിക്ക് എത്തുന്ന ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ അത് ആ ഗ്രാഫ് ഒരു മന്ത് കൊണ്ട് അത് പതുക്കെ കുറഞ്ഞു. എൻ്റെ ഉപ്പാൻ്റെ ഇന്നുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് 9 ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു 4 ഞാനൊരു ഡയറക്ടറി കണ്ട ഒരാളാണ്. എൻ്റെ ഉപ്പാടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഓക്കെ, ഇത് ഒരിക്കലും ഞാൻ പറയുന്നത് അതൊരു മെഡിസിൻ എന്നുള്ള രീതിയിലല്ല, അത് കോച്ചിൻ്റെ സാധ്യതയിൽ നമ്മൾ അത് എങ്ങനെയാണ് അത് ഡയറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു ഐഡിയയിൽ ആ കാര്യങ്ങൾ ചെയ്തു വന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇതിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നബീൽ. അവരതുപോലെ 8 kg ഒരു മന്തോട്ട് കുറച്ചിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ബിസിനസ് ബേസിൽ നോക്കുമ്പോൾ എനിക്ക് 1000 രൂപ എനിക്ക് ഫസ്റ്റ് അപ്പോൾ റിസൾട്ട് ഇതാണ്. താങ്ക് യു.